بسم الله الرحمن بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 23 വരെയുള്ള ആയത്തുകളാണ്, വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. 24 മുതലുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا وقال نوح رب لا تذر على الأرض من الكافرين ديارا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വാഖദ്, ദാലിന് സുക്കൂന് വരുമ്പോൾ ഒന്ന് തൗക്കീദ് ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. വാഖദ് അദല്ലു, ദ്വാദാണ്. അല്ലാ എന്ന് പറയുന്നത് ദ്വാദാണ്. അദല്ലു കസീറൻ ചേർത്തി ഓതുമ്പോൾ കസീറൻ വല അങ്ങനെയാണ് ഓതേണ്ടത്. കസീറൻ വ ചേർത്തും മണിച്ചും ഓതണം. വലാ തസ്ദി ളാലിമീന ഇല്ലാ ദ്വലാല, അവിടെയും ദ്വാദ് പറയാൻ ശ്രദ്ധിക്കുക. വല ദ്വാലീൻ ഗൈറിൽ മഗ്ദൂബി അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ദ്വാദ് ഇല്ലാ ദ്വലാല. മിമ്മ ഖത്വിഅതിഹിം, മിമ്മ ഷദ്ദുള്ള മീമ് ഷദ്ദുള്ള നൂൻ എവിടെ നമ്മൾ കാണുമ്പോഴും മണിച്ചോതാം. അവിടെ ആ ദ്വലാലം കഴിഞ്ഞിട്ട് മീമ് ചേർത്തി ഓതുമ്പോഴാണ് ആ ആദ്യത്തെ മീമിന് അവിടെ നമ്മൾ ഷദ്ദ് കൊടുക്കേണ്ടതുള്ളൂ. ദ്വലാലം മിമ്മ അങ്ങനെ ഓതുന്ന സമയത്താണ് ആ മീമിന് ഷദ്ദ് വേണ്ടത്. അല്ലാതെ ഇല്ലാ ദ്വലാല എന്ന് നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ, അവിടെ വഖഫ് ചെയ്താൽ പിന്നെ നമ്മൾ മിമ്മ അങ്ങനെ ഓതേണ്ടത്. ഖത്വീഅതിഹിം, ഖാ പറയുമ്പോൾ ശ്രദ്ധിക്കാത്തോണ്ട് എന്ന് വരാൻ. ത്വാ ആണ്. അതേപോലെ അത് ഖത്വീ എന്നുള്ള അവിടെ കാണുന്ന മദ് ലോങ് മദ്ദാണ്. 4-5 ഹർക്കത്തിന്റെ പരിധി വരെ നീട്ടണം. ഖത്വീഅതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു ഉദ്ഖിലു ദാലിന് സുക്കൂന്, അതും ശ്രദ്ധിക്കുക. നാറാ ഫ അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി. നാറാ ഫ അങ്ങനെ ഇഖ്ഫ ആയിട്ട് ഓതണം. യജിദൂ ലഹും, അവിടെ 2 മീം ഒരുമിച്ച് വരുമ്പോൾ ഒരു മീം ഉച്ചരിക്കേണ്ടതുള്ളൂ. ലഹും മിയോദൂനി, അവിടെ ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. മിയോദൂനി അങ്ങനെ. മിയോദൂനില്ലാഹി, അള്ളാഹ് എന്ന പദത്തിന് മുമ്പിൽ കസ്റ് വരുമ്പോൾ ലാ എന്നാണ് ഉച്ചരിക്കുക. ദമ്മും ഫതഹൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ അന്നേരം ലാ എന്നാണ് ഉച്ചരിക്കുക. മിൻ ദൂനില്ലാഹി, ബിസ്മില്ലാഹി, അഊദു ബില്ലാഹി. പാരായണം ചെയ്യുന്ന സമയത്ത് അറിയാത്ത ആളുകൾ പലപ്പോഴും തെറ്റിച്ച് ഉച്ചരിക്കും. മിൻ ദൂനി അല്ലാഹി എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്. ദൂനില്ലാഹി അൻസ്വാറ, അൻസ്വാറ പറയുമ്പോൾ ആസ്വാറ അവിടെയും അവ്യക്തമാക്കി മണിക്കണം. വഖാല നൂഹുർ റബ്ബി, നൂഹുൻ റബ്ബി എന്നാണ്. പക്ഷെ തെൻവീന് ശേഷം റ ലെറ്റർ വരുമ്പോൾ നൂഹുറ അവിടെ ചേർത്തി മണിക്കാതെ ഓതണം. വഖാല നൂഹുർ റബ്ബി ലാ തദർ,
തദർ ദാലാണ് തദർ. തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ദയ്യാറ അങ്ങനെ. ഒന്നുകൂടി ഞാൻ ഓതാ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓതി നോക്കുക, അപ്പോൾ കുറച്ചുകൂടി നന്നാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഖദ് അദല്ലൂ കസീറാ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാലാ മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا وقال نوح رب لا تذر على الأرض من الكافرين ديارا. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിലുള്ള ആളുകളുടെ സ്വഭാവ കാര്യങ്ങളെക്കുറിച്ചും അവർ ആരാധിച്ച വസ്തുക്കളെക്കുറിച്ചും അല്ലെ ഇലാഹുകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അവർ പറഞ്ഞു ആ സമൂഹത്തോട്, വഖാലുല തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ വദ്ദിനോടും സുവാഇനോടും യഊസിനോടും യഊക്കിനോടും നസ്രിനോടുമൊക്കെ അവരെ നിങ്ങൾ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം എന്ന് അവർ ആ സമൂഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും. സ്വഹീഹ് ബുഖാരിയിലൊക്കെ ഈ പറയുന്ന 5 വ്യക്തികളും വളരെ നല്ല ആളുകളായിരുന്നു എന്നാണ് ഹദീസിൻ്റെ പിൻബലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഓതി വെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് വഖദ് അദല്ലൂ കസീറ, വഖദ് തീർച്ചയായും, വഖദ് തീർച്ചയായും, അദല്ലൂ അദല്ല യുദില്ലു എന്ന് വെച്ചാൽ വഴി പിഴപ്പിക്കുന്നതിനാണ് പറയാം. വഴി പിഴപ്പിക്കുക, അതാണ് അദല്ല, വഴി പിഴപ്പിച്ചു. അദല്ല ഔ ഉദില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ടല്ലോ പ്രയോഗം. ശരി, വഖദ് തീർച്ചയായും, അദല്ലൂ അവർ വഴി പിഴപ്പിച്ചിരിക്കുന്നു, വഴി പിഴപ്പിച്ചിരിക്കുന്നു. വഖദ് അദല്ലൂ അവർ വഴി പിഴപ്പിച്ചിരിക്കുന്നു. അദല്ല യുദില്ലു എന്നാണ് അതിൻ്റെ വെർബ്. കസീറൻ ധാരാളം ആളുകളെ, ധാരാളം ആളുകളെ അവർ വഴി പിഴപ്പിച്ചിരിക്കുന്നു. വലാ തസിദിൽ ളാലിമീന, അതോടൊപ്പം ലാ തസിദ്, സാദ യസീദു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാദ യസീദ് വർദ്ധിപ്പിച്ചു, പല പ്രാവശ്യമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ആ പദം തന്നെ. അപ്പോൾ വലാ തസിദ് നീ വർദ്ധിപ്പിക്കരുതേ, ലാ തസിദ് നീ വർദ്ധിപ്പിക്കരുതേ, അള്ളാലിമീൻ ളാലിമീങ്ങൾക്ക്, ളാലിമീൻ എന്ന് വെച്ചാൽ അക്രമികളായ ആളുകൾ. ലലമ എന്നാണ് അതിൻ്റെ വെർബ്, ലലമ. ലലമ യളിമു അതിൻ്റെ ഇസ്മു ഫായിലാണ് ളാലിം, അതിൻ്റെ ബഹുവചനമാണ്, ജം ആണ്. ളാലിമീൻ, ളാലിമൂൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ് നൂഹ് അലൈഹിസ്സലാം, വഖദ് അദല്ലൂ കസീറ, തീർച്ചയായും അവർ ധാരാളം ആളുകളെ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലാ തസിദിൽ ളാലിമീൻ, അതുകൊണ്ട് ലാ തസിദിൽ ളാലിമീന അക്രമികൾക്ക് നീ വർദ്ധിപ്പിക്കരുതേ, ഇല്ലാ ദ്വലാല വഴി പിഴവല്ലാതെ. ദ്വലാലത്ത്, ദ്വലാല് വഴികേട്, വഴിപിഴവ് എന്നൊക്കെ ആണർത്ഥം ദ്വലാൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, അല്ലാഹുവേ എന്താണ്, അവർ ധാരാളം ആളുകൾ വഴി പിഴപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അക്രമികളായ ആളുകൾക്ക് നീ വഴിപിഴവ് വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യരുതേ എന്നാണ്. അവർക്ക് അതിനുള്ളൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ശേഷമായി വ്യക്തമായി വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്.
മിൻ മാ എന്നുള്ളത് ചേർത്തിക്കൊണ്ടാണ് മിമ്മ എന്ന് പറയുന്നത്. മിൻ പ്ലസ് മാ എന്നാട്ടോ മിമ്മ എന്നുള്ളത്. മിമ്മ അതിൽ നിന്നുള്ളതാണ്. എന്താണ് ഖത്വീ എന്ന് വെച്ചാൽ തെറ്റ്, കുറ്റം എന്നൊക്കെയാണ്. ഖത്വീ അതിൻ്റെ ജമ്മാണ് ഖത്വീഅത്ത് എന്നുള്ളത്. തെറ്റുകൾ, കുറ്റങ്ങൾ. ഖത്വഅ കുറ്റം ചെയ്യുന്നതിനാണ് പറയാം. ഖത്വഉൻ നമ്മൾ ആമൻ റസൂലിൻ്റെ സൂറത്ത് ബക്കറയുടെ അവസാന ഭാഗമൊക്കെ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനോട്, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. അപ്പോൾ ഇവിടെ എന്താണ് ഖത്വീഅതിഹിം അവരുടെ തെറ്റുകൾ കാരണം, തെറ്റുകളാൽ. ഖത്വീഅത്തുൻ പ്ലസ് ഹും ആണ് ഖത്വീഅതിഹിം എന്ന് പറയുന്നത്. ഖത്വീആതിഹിം എന്നുള്ളത്. അപ്പം അവരുടെ തെറ്റു തെറ്റുകൊണ്ട് ഖത്വീആത്തിഹിം അവരുടെ തെറ്റുകളാൽ, അവരുടെ കുറ്റങ്ങളാൽ. ഉഗ്രിഖൂ എന്തായി? അഗ്റക യുഗ്രിഖു എന്ന് വെച്ചാൽ മുക്കി കൊല്ലുന്നതിനാണ്, നശിപ്പിക്കുന്നതിനാണ് പറയാം. വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതിനാണ് അഗ്റക എന്ന് പറയാം. അഗ്റക യുഗ്രിഖു. അഗ്റക യുഗ്രിഖു. ഉഗ്രിഖൂ അവർ നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ മുക്കി കൊന്നു എന്നുള്ള അർത്ഥത്തിലാക്കണം ഉഗ്രിഖൂ. അതോടൊപ്പം തന്നെ എന്തുണ്ട്? ഉദ്ഖിലു അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു. അദ്ഖല യുദ്ഖിലു എന്നാണ്. അദ്ഖല പ്രവേശിപ്പിച്ചു. അദ്ഖല. ഉഗ്രിഖു അതുപോലെ ഉദ്ഖിലു എന്നൊക്കെ പറയാം, പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഉദ്ഖിലു അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു. നാറൻ തീയിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഫലം യജിദു അപ്പോൾ ലം യജിദു അവർ കണ്ടെത്തിയില്ല. ലം യജിദു അവർ കണ്ടെത്തിയില്ല. ലഹും അവർക്ക് കണ്ടെത്തിയില്ല, അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ. മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ. അൻസ്വാറൻ എന്ന് വെച്ചാൽ സഹായികൾ. അൻസാർ, നസ്വീർ, നാസർ എന്നൊക്കെ വെച്ചാൽ സഹായിക്കാണ് പറയുന്നത്. അൻസ്വാർ എന്ന് വെച്ചാൽ സഹായികൾ. നമ്മൾ അൻസ്വാരികൾ എന്ന് പറയുന്നില്ലേ, എന്ന് വെച്ചാൽ ഹെൽപ്പേഴ്സ് എന്നുള്ള, സഹായികൾ എന്നുള്ള അർത്ഥമാണ്. മക്കയിൽ നിന്ന് മദീനെത്തിയ ആളുകളെ, സ്വീകരിക്കപ്പെട്ട ആളുകൾക്ക്, മദീനയിലുള്ള ആളുകൾക്ക് അൻസ്വാറുകൾ എന്നല്ലേ പറയുന്നത്. ഇപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മിമ്മാ ഖത്വീഅതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറ അവരുടെ തെറ്റുകൾ കാരണത്താൽ അവരെ മുക്കി നശിപ്പിക്കപ്പെട്ടു, അതേപോലെ തന്നെ അവരെ തീയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസ്വാറ ആ സമയത്ത് അവർക്ക് അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഫഖാല നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, അഥവാ നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി എൻ്റെ റബ്ബേ, ലാ തദർ നീ ഉപേക്ഷിക്കരുതേ. വദറ യദറു നമ്മൾ പഠിച്ച പദം തന്നെയാണ്, ഉപേക്ഷിച്ചു. ലാ തദർ നീ ഉപേക്ഷിക്കരുത്. അലൽ അർള് ഭൂമിയുടെ മേൽ. മിനൽ കാഫിരീങ്ങളിൽ നിന്ന്, അവിശ്വാസികളിൽ നിന്ന്. ഡിസ്ബിലീവേഴ്സിനാണ് കാഫിർ എന്ന് പറയുന്നത്. അതിൻ്റെ കാഫിറിൻ്റെ പ്ലൂരലാണ് കാഫിരീൻ എന്നുള്ളത്. കാഫിരീങ്ങളിൽ നിന്ന്, അവിശ്വാസികളിൽ നിന്ന് അള്ളാഹുവെ നീ ആരെയും വിട്ടേച്ച് കളയരുതേ. ദയ്യാർ എന്ന് വെച്ചാൽ ദാറുൻ എന്ന് വെച്ചാൽ വീടിനാണ് പറയാ. ദാറ് ആ പദത്തിൽ നിന്നുണ്ടായൊരു പദമാണ് ദയ്യാർ എന്നുള്ളത്. അത് പ്രത്യേക ഒരു പ്രയോഗമാണ്. ദാറ്, ദയ്യാർ. ദാറ് എന്ന് വെച്ചാൽ വീട്, ദയ്യാർ എന്ന് വെച്ചാൽ വീട്ടുകാർ എന്നാണ്.
ഇപ്പൊ നൂഹ് അലൈഹി ഇസ്ലാം പറയാം, ഭൂമിക്ക് മേൽ അവിശ്വാസികളായ ഒരു വീട്ടുകാരെയും അള്ളാഹുവെ നീ വിട്ടേച്ച് കളയരുതേ, ഉപേക്ഷിച്ച് കളയരുതേ എന്ന്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വഖദ് അദല്ലു കസീറ വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ ളലാല. വഖദ് അത് തീർച്ചയായും അവര് വഴി പിഴപ്പിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് അത് പറയുന്നത് വഴി പിഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്? രണ്ടർത്ഥത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വഴി പിഴപ്പിച്ചു എന്നുള്ളത് ആ സമൂഹത്തിലെ ആളുകളാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ. അവര് ധാരാളം ആളുകൾ എന്ത് ചെയ്തു? അവർ വഴി പിഴപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് അദല്ലു എന്നുള്ളത്. രണ്ടാമത്തെ വിശദീകരണം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളായിട്ട് അവരെ ഈ കണ്ടിരുന്ന ബദ്, സുവാ, യഊസ്, യഊക്ക്, നസ്ർ എന്ന് പറയുന്നത് ആ വിഗ്രഹങ്ങൾ വഴിപിഴപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വഴിപിഴവിൽ ഏറ്റവും വലിയ വഴിപിഴവിലാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഷിർക്കിലെത്തിപ്പെടുക എന്നുള്ളത്. ഒരു മനുഷ്യൻ ഷിർക്കിലെത്തിപ്പെട്ടാൽ എന്താണ്? അവർ രക്ഷയുമില്ലല്ലോ. അപ്പോൾ അത് വലിയ ഗുരുതരമായൊരവസ്ഥയാണ്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ വഴിപിഴയിലെത്തിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇബ്രാഹിം ഓതുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന പറയുന്നത്, അതിൻ്റെ അവസാന ഭാഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 36-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും, ഐഡൽസിനെ വേർഷിപ്പ് ചെയ്യുന്നതിൽ നിന്നും എന്നെയും എൻ്റെ മക്കളെയും നീ എന്താക്കണം? അകറ്റി നിർത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്നും ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് വിഗ്രഹത്തിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. നമ്മളെ പ്രാർത്ഥന തീരെ കൊണ്ടുവരാത്തൊരു പ്രാർത്ഥനയാണത്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ തെറ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ ഗുരുതരമായ ആരാധന റബ്ബിന് സമർപ്പിക്കേണ്ടത് മറ്റ് പല വ്യക്തികളിൽ ശക്തികളായിത്തീരുക എന്നുള്ളത് അതിന് വലിയ സമയമൊന്നും വേണ്ട. ഒരു മനുഷ്യൻ്റെ വിശ്വാസം വ്യതിചലനം ഉണ്ടാകാൻ കുറഞ്ഞ സമയം മതി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ്. മാത്രമല്ല, അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ, ഇതാ ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, അധിക ജനങ്ങൾ എന്താക്കിയിട്ടുണ്ട്? വഴിപിഴവിൽ ആക്കിയിട്ടുണ്ട്. തൊട്ടു മുമ്പ് പറയുന്നതാണ് വജനൂബിനി വബനി അൻ അബ്ദുൽ അസ്നാം. അസ്നാം എന്ന് വെച്ചാൽ വിഗ്രഹങ്ങൾക്കാണ് പറയുക. ഈ അസ്നാമുകളെ എന്താക്കിയിട്ട് അദ്ലൽന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ നല്ല ശതമാനം ആളുകളെ വഴിപിഴവിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ നമ്മളെ നാടുകളൊക്കെ കാണുന്നില്ലേ? നമ്മളെ നാടെന്ന് വെച്ചാൽ പലർക്കും ഇപ്പോൾ ഹിന്ദുക്കളായ ആളുകൾ ആരാധിക്കുന്ന എന്താണ്? വിഗ്രഹങ്ങളെയാണ്. ഇനി അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പോലും എന്താണ് മക്ബറകളിൽ വന്ന് ആരാധന ഇബാദത്തുകൾ സമർപ്പിക്കുക. നേരത്തെ ആളുകൾ പറഞ്ഞതുപോലെ ഒന്ന് ഇരിക്കുന്ന വിഗ്രഹവും മറ്റൊന്ന് കിടക്കുന്ന വിഗ്രഹം എന്ന രൂപത്തിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എത്ര ഗുരുതരമാണ് ആ വിഷയം. അപ്പോൾ ഒരുപാട് ആളുകളെ അതുകൊണ്ട് വലാ തസ്ദിൽ ളാലിമീനില്ലാ ളലാല, ഈ വാലിമീങ്ങളായ ആളുകൾക്ക് ദ്വലാലത്തല്ലാതെ, വഴികേടല്ലാതെ വർദ്ധിപ്പിക്കരുത് എന്ന് അള്ളാഹിനോട് പറയാം. അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തായി? മിമ്മാ ഖത്വിഅത്തിഹിം, അവരുടെ ഖത്വിഅത്ത് കാരണത്താൽ. അവരുടെ ഖത്വിഅത്ത് എന്താണ്? ഒന്നാമത്തെ ഖത്വിഅത്ത് എന്ന് പറയുന്നത് ഷിർക്ക് തന്നെയാണ്. അവർ ഷിർക്കിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഖത്വിഅത്ത് അവർ ചെയ്തത്. രണ്ടാമത്തത് നൂഹ് അലൈഹി ഇസ്ലാമിനെ അവർ ധിക്കരിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച പ്രവാചകൻ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി ഇസ്ലാം പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ദഅവത്ത് ചെയ്ത പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ കാണാൻ സാധിക്കും, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സന. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, നാം നൂഹ് അലൈഹി ഇസ്ലാമിനെ ആ സമൂഹത്തിലേക്ക് അയച്ചു. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 അമ, 1050 കുറവ്, അത്രയും വർഷം. 1050 കുറവ് എന്ന് പറയുമ്പോൾ 950 വർഷം. 950 വർഷമാണ് നൂഹ് അലൈഹി ഇസ്ലാം ദഅവത്ത് ചെയ്തത്. സഹിക്കെട്ടിട്ടാണ് അവസാനം നൂഹ് അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നത്? അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. അത്രയും കാലം. കാരണം അവരുടെ പ്രവർത്തന രീതിയിലൊക്കെ തന്നെ വളരെ മോശമായ രൂപത്തിലാണ്
നൂഹ് അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഖാലൂ ലഇൻ ലം തൻതഹി യാ നൂഹ് ലതകൂനന്ന മിനൽ മർജുമീൻ. നൂഹ്, നീ പരിപാടി നിർത്തിയില്ലെങ്കിൽ ഇന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന നൂഹ് അലൈഹി ഇസ്ലാമിന് പറഞ്ഞത്. അതേപോലെ ഖാലൂ യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഅദുനാ ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ. നൂഹേ, നിനക്ക് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നീ കുറച്ച് തർക്കം കൂടുന്നുണ്ട് നിനക്ക്. നീ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, നീ പറയുന്ന ശിക്ഷയും കാര്യങ്ങളും അതൊന്നും നീ സത്യവാനാണെങ്കിൽ നീ ഞങ്ങൾക്ക് നിന്റെ ശിക്ഷ ഒന്ന് കൊണ്ടുപോവാ. ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഫഖാലൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പ്രമാണിമാരായ ആളുകൾ പറയുന്നുണ്ട്, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലന, നിന്നെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യനായി കാണുന്നതല്ലാതെ വേറൊരു പ്രത്യേകതയൊന്നും നിന്നിൽ കാണുന്നൊന്നുമില്ല എന്ന് നൂഹ് അലൈഹി ഇസ്ലാമിനോട് പറയാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നൂഹ് അലൈഹി ഇസ്ലാമിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ഹത്വി ആത്തിഹിം എന്നുള്ളത്. അവർ ചെയ്ത തെറ്റുകൾ, അവർ ചെയ്ത കുറ്റങ്ങൾ കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വ അവരെ മുക്കി നശിപ്പിച്ചത്. തൂഫാൻ വരികയും ഫഅഖദഹുമു തൂഫാൻ വഹും ളാലിമൂൻ, ളാലിമീങ്ങളായ ആളുകൾ അള്ളാഹു തൂഫാനിലൂടെ എന്ത് ചെയ്തു, വെള്ളപ്പൊക്കത്തിലൂടെ അവരെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള വിപരീതമായ അവസ്ഥ. ഒന്ന് ചൂട് കൊണ്ടും ഒന്ന് തണുപ്പ് കൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്തെല്ലാം അർത്ഥത്തിലാ അല്ലേ? വെള്ളം കൊണ്ട് ശിക്ഷിക്കുകയാണ്, തീ കൊണ്ട് ശിക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ ആളുകളെ മുഴുവനും വലിയൊരു തൂഫാൻ കൊണ്ട് നശിപ്പിക്കപ്പെടുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും മകനും അവർ പോലും ഇസ്ലാമിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ ഒരു ദൗത്യത്തിനുണ്ടാവുന്നൊരു, അല്ലെ അദ്ദേഹത്തിന് മാനസികമായി ഉണ്ടാകുന്നൊരു വിഷമം എത്രയാണ്. നിങ്ങൾ സുഹൃത്ത് ഹൂദിലെ അതിലൊരു 40 മുതലുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നൂഹ് അലൈഹി ഇസ്ലാം വആമന മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തോട് വളരെ കുറഞ്ഞ ആൾക്കാരല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ മകനോട് പോലും അദ്ദേഹം വളരെ സ്നേഹത്തോടെ, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, ഇർഖബ് മഅന, ഞങ്ങളോടൊപ്പം കയറു മോനെ, ഈ ഒരു കപ്പലിലേക്ക് കയറൂ, വലാ തകുൻ മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം നീ കൂടല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ആ മോന് പോലും ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്റെ അഖിലിൽപ്പെട്ടവനല്ല അവന്. വിശ്വാസി അല്ലെങ്കിൽ ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിനക്ക് ഞാൻ വഅള് പറഞ്ഞു തരാം കേട്ടോ. ഈ അവിവേകികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിവ് നൽകുകയാണെന്ന് പറഞ്ഞിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തിരുത്ത് നൽകുന്നുണ്ട്. ശരി. അപ്പോൾ ഇവിടെ ഫലം യജിദൂ ലഹും മിൻ ദൂനിൽ അൻസ്വാറ, ഇവരെല്ലാ അർത്ഥത്തിലും സഹായിക്കുമെന്ന് പറഞ്ഞതാണ്. വദ്, സുവ, യൗസ്, യഊഖ്, നസ്റൊക്കെ അവരെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവരെ ഈ തൂഫാൻ വന്ന സമയത്തും ഇവർക്കുണ്ടായ പ്രശ്നങ്ങൾ സംഭവിച്ചതൊന്നും ഒരാളും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറയുന്നത്. മാത്രമല്ല രണ്ടാമത്തെ ഫദുഖിലു നാറ, ശരിക്കും അവിടെ ഈ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് പറയുന്നത്, പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്, ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ്. പരലോകത്തിലുള്ള നരകശിക്ഷയെ കുറിച്ചല്ല ഫദുഖിലു നാറ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിനെ അർത്ഥത്തിലുള്ള വിശദീകരണം ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് അവിടുത്തെ പ്രയോഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ദുനിയാവിലുള്ള ശിക്ഷകൾ തന്നെ ഇത് രണ്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരിക്കും. ഇപ്പോൾ ഖബറിൽ നമ്മൾ ബർസഖിയായ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾക്ക് നരകശിക്ഷ നൽകുന്നുണ്ട്. തീ അവർക്ക് കാണിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫിർഔനിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ, വൈകുന്നേരവും രാവിലെയും തീ എന്താക്കും പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. വയൗമ തഖൂമു സഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ശിക്ഷ വേറെ കൊടുക്കുകയും ചെയ്യുന്ന. അപ്പം അതിന് മുമ്പ് ബർസഖിയായ കാലഘട്ടത്തിലും ശിക്ഷ നൽകുമെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഭൂമി ലോകത്ത് തന്നെ ഉണ്ടായിരുന്ന ശിക്ഷയാണ് ഇത് രണ്ടുമെന്ന് പണ്ഡിതന്മാർ നല്ലൊരു ശതമാനം ആളുകൾ പറയുന്നുണ്ട്. അപ്പം ഏതായാലും ആ സമയത്ത് ഒരാളും സഹായിക്കാനില്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് മാത്രമേ ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിയൂ എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്.
അതേപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ഈ ഭൂമിയിൽ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവരെ ഒരു വീട്ടുകാരെയും നീ എന്താക്കരുത്, ബാക്കി വെക്കരുത്. ബാക്കി വെച്ചാൽ എന്താ, അവരിൽ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ തന്നെ എന്താണ്, അവിശ്വാസികൾ തന്നെയാണ് അവരുണ്ടാക്കുന്നത്. അടുത്ത ആയത്തിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നീ അവർക്ക് ശിക്ഷ കൊടുത്ത് അവരെ ബാക്കി വെക്കുകയാണെങ്കിൽ വീണ്ടും അവിശ്വാസികളായ ആളുകൾ ഇവിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് അള്ളാഹുവെ, പിന്നെ മിനൽ കാഫിരീന ദയ്യാറ, അവിശ്വാസികൾ ഒരു വീട്ടുകാരെയും നീ ലാത്തതർ, നീ ഉപേക്ഷിക്കരുത്, എല്ലാറ്റിനെയും നീ നശിപ്പിക്കണമെന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അത്രയും സഹികെട്ട അവസ്ഥയിലാണ് നൂഹ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. പ്രബോധന മേഖലയിൽ 1-2 ദിവസം ഇറങ്ങി പ്രയാസപ്പെട്ടപ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല. നമ്മുടെയൊക്കെ ഒരു 10-15 ആളുകൾ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് നൂഹ് അലൈഹി ഇസ്ലാം ജീവിച്ചിട്ട്. എന്നിട്ടും അവരിൽ ഒരു 10-ൽ താഴെ ആളുകളുണ്ട് എന്നൊക്കെയാണ് തഫ്സീറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സഹികെട്ടപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ഈ രൂപത്തിലുള്ള പ്രാർത്ഥന നടത്തുന്നത്. ഇനിയുള്ള 2 ആയത്തുകളും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളുടെ ഓരോ കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നതൊക്കെ വിശ്വാസികൾക്ക് ഈമാൻ ഉണ്ടാവാൻ വേണ്ടിയാണ്. അവിശ്വാസത്തിൽ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഷിർക്കിൻ്റെതായ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പുണ്യവാളന്മാരായ മനുഷ്യരായ ആളുകളാണെങ്കിൽ പോലും അവർ നല്ല മനുഷ്യരാണെന്ന് കരുതിയിട്ട് ഔലിയാക്കളാവട്ടെ, തങ്ങന്മാരാവട്ടെ, ബീവിമാരാവട്ടെ, പ്രവാചകന്മാർ, ആരോടും നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ, കഴിഞ്ഞ ആയത്തുകളിലൂടെ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഇൽമും ഈമാനും നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഹയ്യാക്കുമുല്ലാഹ്.